നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് SA 580. SA 580 മീൻസ് വാട്ട്? റിട്ടൺ റെപ്രസെന്റേഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്താ റിട്ടൺ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റിട്ടൺ റെപ്രസെന്റേഷൻ ഞാൻ പറയുന്നു, റിട്ടൺ റെപ്രസെന്റേഷൻ ഈസ് എൻ ഓഡിറ്റ് എവിഡൻസ്. അതൊരു ഓഡിറ്റ് എവിഡൻസാ. ആരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന എവിഡൻസ് ആണ്? ഓഡിറ്റർ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരു ഓഡിറ്റ് എവിഡൻസ് ആണെന്ത് ഈ പറയുന്ന റിട്ടൺ റെപ്രസെന്റേഷൻ. ഓക്കെ ആണോ? SA 580 റിട്ടൺ റെപ്രസെന്റേഷൻ. അത് നമുക്ക് ഇങ്ങനെ പറയാം, ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു, മാനേജ്മെന്റ് പ്രൊവൈഡഡ് ഈ ഓഡിറ്റ് എവിഡൻസ് അല്ലെ, ഓഡിറ്റ് എവിഡൻസ് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു? ഓഡിറ്റർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. സോ റിട്ടൺ representation means it's a written statement which is provided by the management to the auditor. ഞാൻ വീണ്ടും പറയുന്നു, written statement which is provided by the management to the auditor. മാനേജ്മെന്റ് ഓഡിറ്റർക്ക് കൊടുക്കുന്ന ഒരു written statement ആണെന്ത് written representation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, there is a difference. നമുക്കറിയാം എക്സ്റ്റേണൽ കൺഫർമേഷൻ ഉണ്ട്, അതുപോലെ റിട്ടൺ റെപ്രസെന്റേഷൻ ഉണ്ട്. ഇത് രണ്ടും സെയിം അല്ല, ഡിഫറെന്റാ. External confirmation means it's also a written statement which is acquired from a third party. ഓഡിറ്റർ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ത് എക്സ്റ്റേണൽ കൺഫർമേഷൻ. റിട്ടൺ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നും റിട്ടൺ ആയിട്ട് വാങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ത് റിട്ടൺ റെപ്രസെന്റേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് റിട്ടൺ SA 580 റിട്ടൺ റെപ്രസെന്റേഷൻ അകത്ത് വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ്? ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. നമുക്ക് നോക്കാം. അതിന് നമുക്കൊന്ന് ബേസ് തറവാക്കിയാലോ. ഒരു 2 മിനിറ്റ്, ഒരു 5 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ബേസ് പക്കയാക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ SA 580 ആണ് റിട്ടൺ റെപ്രസെന്റേഷൻ. ഓക്കെ, ഞാൻ പറയാൻ വേണ്ടി പോവാണ്. ഞാൻ ഫസ്റ്റ് എന്താ പറഞ്ഞത്? മാനേജ്മെന്റ് ആർക്ക് പ്രൊവൈഡ് ചെയ്യും? മാനേജ്മെന്റ് ആർക്ക് പ്രൊവൈഡ് ചെയ്യും? റിട്ടൺ സ്റ്റേറ്റ്മെന്റ്. WS മീൻസ് റിട്ടൺ സ്റ്റേറ്റ്മെന്റ് ടു ദ ഓഡിറ്റർ. ഓഡിറ്റർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത് റിട്ടൺ റെപ്രസെന്റേഷൻ. എക്സാമ്പിൾ പറയാൻ വേണ്ടി പോണ്. ഞാനൊരു കമ്പനിയിൽ ഓഡിറ്റർ ആണ്. കമ്പനിയിൽ ഓഡിറ്റ് ചെയ്ത സമയത്ത് അവിടെ ഒരുപാട് ഇൻവെന്ററീസ് ഉണ്ട്. ഒരുപാട് ഇൻവെന്ററീസ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഇൻവെന്ററി ഒക്കെ നമ്മുടെ ഈ വർഷം വാങ്ങിയ ഇൻവെന്ററി തന്നെയാണോ? അപ്പൊ മാനേജ്മെന്റ് പറഞ്ഞു, അതെ സാർ, ഈ വർഷം വാങ്ങിയ ഇൻവെന്ററി തന്നെയാണ്. ഓക്കെ, ഈ ഇൻവെന്ററിക്കൊക്കെ ബില്ലുകൾ ഉണ്ടോ? അതെ സാർ, ഇതിനൊക്കെ ബില്ലുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ പോരാ, വാക്കിന് യാതൊരു വരില്ല. ഞാൻ മാനേജ്മെന്റിന് ഒരു കാര്യം ചോദിക്കുമ്പോൾ അവർ പറയും, അത് സാർ ഇത് അങ്ങനെ തന്നെയാണ്, ഈ ഇൻവെന്ററി ഒക്കെ ഞങ്ങളുടെ ഇൻവെന്ററി ആണ്, ഇതിനെല്ലാത്തിനും തെളിവുകളുണ്ട്. പറഞ്ഞാൽ പോരാ, നിങ്ങൾ എനിക്ക് എഴുതി തരണം. കാരണം ഇന്ന് നിങ്ങൾ പറയും വാക്ക്, നാളെ വാക്ക് നിങ്ങൾ മാറ്റി പറയും. അപ്പൊ വാക്കിന് വില ഉണ്ടോ? ഇല്ല. ഓറൽ എവിഡൻസിന് യാതൊരു വിലയില്ല, റിട്ടൺ എവിഡൻസിന് മാത്രമേ വാല്യൂബിൾ ഉള്ളൂ. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് നമ്മൾ കോടതിയിൽ പോകുന്ന സമയത്ത് കോടതി ചോദിക്കും, റിട്ടൺ തെളിവ് ഉണ്ടോ, റിട്ടൺ എവിഡൻസ് ഉണ്ടെന്ന് ചോദിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഓടിക്കുന്ന സമയത്ത് എനിക്ക് തെളിവ് ശേഖരിക്കണമല്ലോ. അപ്പൊ ഞാൻ മാനേജ്മെന്റിനോട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ, എൻക്വയറി ചെയ്യുമ്പോൾ മാനേജ്മെന്റിന്റെ കയ്യിൽ ഞാൻ തെളിവ് ഒബ്റ്റെയിൻ ചെയ്യണം, എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യണം അല്ലെ. ആ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അവർ പറഞ്ഞ വാക്കിന് യാതൊരു വരികയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, മാനേജ്മെന്റ് നിങ്ങൾ പറഞ്ഞാൽ പോരാ, നിങ്ങൾ എനിക്ക് എഴുതി തരണം അല്ലെ, എനിക്ക് റിട്ടൺ ആക്കി നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി തരണം. അപ്പൊ മാനേജ്മെന്റ് എനിക്ക് എഴുതി തരുന്ന റിട്ടൺ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറയുന്ന റിട്ടൺ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇൻവെന്ററി ചോദിച്ചു, അപ്പൊ മാനേജ്മെന്റിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അത് എഴുതി തരണം. ഓക്കെ, മാനേജ്മെന്റ് എന്ത് ചെയ്യാൻ വേണ്ടി പോകണം, എഴുതി തരാൻ വേണ്ടി പോകും. നോക്കട്ടെ, ഞാൻ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ പോവാണ്. അപ്പൊ മാനേജ്മെന്റിനോട് ഞാൻ പറയും, നിങ്ങൾ അത് എഴുതി തരണം. അപ്പൊ മാനേജ്മെന്റ് എങ്ങനെയാണ് എഴുതിയത്? എന്തെങ്കിലും ഫോർമാറ്റ് ഉണ്ടോ? അതെ, മാനേജ്മെന്റിന് വെറുതെ തോന്നിയ പോലെ എഴുതിയാൽ പോലെ, ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. റിട്ടൺ റെപ്രസെന്റേഷൻ മാനേജ്മെന്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണത്? മാനേജ്മെന്റിന്റെ ലെറ്റർ ഹെഡ് ഉണ്ടാവില്ലേ, ആ കമ്പനിയുടെ ലെറ്റർ ഹെഡ് ഉണ്ടാവില്ലേ, ആ ലെറ്റർ ഹെഡിലാണ് എനിക്ക് റിട്ടൺ റെപ്രസെന്റേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താ ലെറ്റർ ഹെഡ് എന്ന് പറഞ്ഞാൽ? ഒരു കമ്പനിയുടെ ലെറ്റർ ഹെഡ് മീൻസ് ആ കമ്പനിയുടെ പേരുണ്ടാവും മുകളിൽ, അല്ല ആ കമ്പനിയുടെ അഡ്രസ് ഉണ്ടാവും, പിൻ നമ്പർ ഉണ്ടാവും, കമ്പനിയുടെ ടിൻ നമ്പർ ഉണ്ടാവും, GS നമ്പർ ഉണ്ടാവും, കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസും കമ്പനിയുടെ പേരും എംബ്ലവും ലോഗവും ഒക്കെ അടങ്ങുന്ന ഒരു പേപ്പർ ഉണ്ടല്ലേ, അതാണ് എന്ത് ലെറ്റർ ഹെഡ്. ആ ലെറ്റർ ഹെഡിലാണ് മാനേജ്മെന്റ് എനിക്ക് ഇത് തരേണ്ടത്. ഓക്കെ, അപ്പൊ ലെറ്റർ ഹെഡ് നിർബന്ധമാണ്. ലെറ്റർ ഹെഡ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇനി രണ്ടാമത്, മാനേജ്മെന്റ് എനിക്ക് തരുന്ന സമയത്ത് അതിൽ ഡേറ്റ് വെക്കണം. ആ ഡേറ്റ് വെക്കുമ്പോൾ ഡേറ്റ് ഷുഡ് ബി വെരി ഇമ്പോർട്ടന്റ്. ഡേറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഡേറ്റ് ഒരിക്കലും ബിഫോർ ദ ഓഡിറ്റ് റിപ്പോർട്ട്. ഞാൻ ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യുന്നതിന് മുമ്പത്തെ ഡേറ്റ് ആണ് അതിനകത്ത് വെക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യുന്നത് 13th ജൂൺ ആണെങ്കിൽ മാനേജ്മെന്റിനോട് ഞാൻ റിട്ടൺ റെപ്രസെന്റേഷൻ ചോദിച്ചിട്ടുണ്ട്. അവർ എനിക്ക് കൊണ്ടുവന്നത് അതിനകത്ത് ഡേറ്റ് വെച്ചത് എന്താ പറയാ, 1st ജൂലൈ ആണെങ്കിൽ ഇസ് നോട്ട്, ഇത് പറ്റൂല, ഇത് ഇൻകറക്റ്റാ. അപ്പൊ ഡേറ്റ് വെക്കേണ്ടത് ബിഫോർ ദ ഓഡിറ്റ് റിപ്പോർട്ട് ഡേറ്റ്. അതായത് ഓഡിറ്ററായ ഞാൻ ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യുന്നതിന് മുമ്പത്തെ ഡേറ്റിലാണ് എന്ത് ചെയ്യേണ്ടത്, ഡേറ്റ് വെക്കേണ്ടത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇതൊക്കെ MCQ അവർ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ലെറ്റർ ഹെഡിലാണ് എന്ത് ചെയ്യേണ്ടത്, മാനേജ്മെന്റ് അത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഡേറ്റ് വെക്കുമ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പത്തെ ഡേറ്റിന് അതിനകത്ത് എന്ത് ചെയ്യേണ്ടത്, വെക്കേണ്ടത്. അപ്പൊ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ പറയാൻ വേണ്ടി പോണ്,
ഈ റിട്ടേൺ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എൻ ഓഡിറ്റ് എവിഡൻസ് ആണെന്ന് പറഞ്ഞത്. ഇതൊരു ഓഡിറ്റ് എവിഡൻസ് ആണ്. ഓഡിറ്ററി എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നിനെയാണ് എന്ത് ഈ പറയുന്ന റിട്ടേൺ റെപ്രസെന്റേഷൻ. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു മെയിൻ ഓഡിറ്റ് എവിഡൻസ് ആണോ? ഇതൊരു സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ആണോ? ഞാൻ പറയുന്നു ഈസ് നോട്ട് എ സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. ഇതൊരു മെയിൻ ഓഡിറ്റ് എവിഡൻസ് എന്നല്ല. ഇതൊരു സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ആണോ? ഒരിക്കലും അല്ല. ഇറ്റ് ഈസ് നോട്ട് എ സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. ഇതൊരു സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് അല്ല. അതിന് പകരം ഇറ്റ് ഇസ് എൻ അഡീഷണൽ ഓഡിറ്റ് എവിഡൻസ്. ഇതൊരു അഡീഷണൽ ഓഡിറ്റ് എവിഡൻസ് മാത്രമാണ്. അല്ലെങ്കിലോ ഞാൻ പറയുന്നത് കൊളാബറേറ്റീവ് ഓഡിറ്റ് എവിഡൻസ് മാത്രമാണ്. ഓക്കെയാണോ? ഇത് ഒരു മെയിൻ ഓഡിറ്റ് എവിഡൻസ് ഉണ്ടാവും. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ എനിക്കിത് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു, ഒരു കമ്പനിയിൽ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്ത് ബാങ്ക് നോക്കുന്ന സമയത്ത്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കുന്ന സമയത്ത് ഇവർക്ക് എഫ് ഡി ഒരു 1 CR കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു FD 1 CR ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ എനിക്ക് ഇതിന്റെ എന്ത് എവിഡൻസ് വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അവർ എനിക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നു. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ല, FD സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ FD സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് മെയിൻ എവിഡൻസ്. ഓക്കെ, അപ്പൊ ബാങ്കിന്റെ FD സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ അതിനകത്ത് 1 കോടി ബാലൻസ് ഉണ്ട്. അപ്പൊ മാനേജ്മെന്റ് പറഞ്ഞു എന്താണ് 1 കോടി ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ FDയിൽ ഈ കമ്പനിയുടെ FDയിൽ 1 CR എന്തുണ്ട് ഡെപ്പോസിറ്റ് ബാലൻസ് ഉണ്ടെന്ന് ഞാൻ കണ്ടു. ഇനി ഇതെനിക്ക് തെളിയിക്കാൻ വേണ്ടി ഞാൻ ഇതിന്റെ മെയിൻ എവിഡൻസ് യൂസ് ചെയ്തു. ഇതിന്റെ മെയിൻ എവിഡൻസ് എന്താണ്? ബാങ്കിൽ നിന്ന് കിട്ടിയ സ്റ്റേറ്റ്മെന്റ് ആണ് മെയിൻ എവിഡൻസ്. ഓക്കെ, ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? മാനേജ്മെന്റിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളും കൂടി എനിക്ക് എന്ത് ചെയ്യണം? ഒരു റിട്ടേൺ എവിഡൻസ് തരണം. അല്ലെ, ഞങ്ങളെ കമ്പനിക്ക് ഇത്ര ഡേറ്റിന് അന്ന് ഇന്ന ബാങ്കിൽ ഇത്ര രൂപ എന്തുണ്ട് FD ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എനിക്ക് എഴുതി തരണം. അപ്പൊ അവരെന്ത് ചെയ്തു? എനിക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതി തന്നു. അതാണ് എന്ത് റിട്ടേൺ റെപ്രസെന്റേഷൻ. അപ്പൊ ഈ റിട്ടേൺ റെപ്രസെന്റേഷൻ മെയിൻ എവിഡൻസ് ആണോ? ഒരിക്കലും അല്ല. മെയിൻ എവിഡൻസ് എന്താണ്? മെയിൻ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലെ, ബാങ്കിന്റെ അല്ല, FDന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് മെയിൻ എവിഡൻസ്. അതായത് FD 1 കോടി രൂപ കമ്പനിക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ അത് എങ്ങനെ എനിക്ക് തെളിയിക്കാൻ പറ്റുക? ആ കമ്പനി മാനേജ്മെന്റ് പറഞ്ഞെനിക്ക് തെളിയിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. മാനേജ്മെന്റ് പറയുന്നത് ഞങ്ങളെ കമ്പനിക്ക് ഇത്രാം തീയതി ഇന്ന ബാങ്കിൽ 1 കോടി രൂപ FD ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കത് തെളിയിക്കാൻ പറ്റൂല. കാരണം അത് മാനേജ്മെന്റ് പറയണതാ. അതൊരു മെയിൻ എവിഡൻസ് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആണ്. മെയിൻ എവിഡൻസ് എന്താ? മാനേജ്മെന്റ് ഇതാ സാർ ഞങ്ങളുടെ ബാങ്കിന്റെ FD സ്റ്റേറ്റ്മെന്റ്. അപ്പൊ മാനേജ്മെന്റ് ആ ബാങ്കിന്റെ FD സ്റ്റേറ്റ്മെന്റ് എനിക്ക് എടുത്തു തരും. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഇതിനകത്ത് 1 കോടി എന്തുണ്ട് FD ഉണ്ട്. ഇതാണ് മെയിൻ എവിഡൻസ്. അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്തു? അപ്പൊ എനിക്ക് മാനേജ്മെന്റ് എന്ത് ചെയ്തു? ഒരു റിട്ടേൺ റെപ്രസെന്റേഷൻ തന്നു. മാനേജ്മെന്റ് ലെറ്റർ ഹെഡിൽ ഞങ്ങളെ കമ്പനിക്ക് ഇന്ന ബാങ്കിൽ ഇത്രാം തീയതി ഇത്ര രൂപ ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ എന്ത് ചെയ്തു? ഒരു വെള്ള പേപ്പറല്ല, ലെറ്റർ ഹെഡിൽ എഴുതി ഡേറ്റ് ഇട്ട് ഒപ്പിട്ട് തന്നു. അതാണ് എന്ത് സപ്പോർട്ടിങ്. അപ്പൊ അതൊരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് റിട്ടേൺ റെപ്രസെന്റേഷൻ ഇസ് നോട്ട് എ മെയിൻ എവിഡൻസ്, ഇറ്റ്സ് നോട്ട് എ സഫീഷ്യന്റ്. ഇതെന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. ഇത് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ആണോ? ഇറ്റ് ഈസ് നോട്ട് എ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് അല്ല, ബട്ട് ഇറ്റ് ഈസ് ഓൺലി എ സപ്പോർട്ടിംഗ് ഓഡിറ്റ് എവിഡൻസ്. ഇതെന്താണ്? ഒരു മെയിൻ ഓഡിറ്റ് എവിഡൻസ് ഉണ്ടാവുമല്ലോ, ആ മെയിൻ ഓഡിറ്റ് എവിഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ഓഡിറ്റ് എവിഡൻസ് ആണെന്ത് ഈ പറയുന്ന റിട്ടേൺ റെപ്രസെന്റേഷൻ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ നോക്കട്ടോ. ഇപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്പർ 4 വെച്ച് നോക്കേ. അപ്പൊ ഞാൻ നോക്കുക. അപ്പൊ ഞാൻ ആദ്യം കോൺസെപ്റ്റ് പറയും, പിന്നെ കോൺസെപ്റ്റ് ഞാൻ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ പറഞ്ഞുതരാണ്. അത് ഭയങ്കര എഫക്റ്റീവ് ആയിക്കാറ്. ഓക്കെ ആണോ? ഇനി ക്വസ്റ്റ്യൻ വെച്ച് നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. റിട്ടേൺ റെപ്രസെന്റേഷൻ ഫ്രം ദ മാനേജ്മെന്റ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ അതർ എവിഡൻസ് ദാറ്റ് ഓഡിറ്റർ കുഡ് എക്സ്പെക്ടഡ് ടു ബി റീസണബിളി അവൈലബിൾ. അത് റിട്ടേൺ റെപ്രസെന്റേഷൻ നമുക്ക് മറ്റു എവിഡൻസുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. റിട്ടേൺ റെപ്രസെന്റേഷന് പകരം വെക്കാൻ പറ്റുമോ? റിട്ടേൺ റെപ്രസെന്റേഷൻ ഫ്രം ദ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ റെപ്രസെന്റേഷൻ ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട്, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും ഫോർ അതർ എവിഡൻസ്, മറ്റ് ഓഡിറ്റ് എവിഡൻസിന് പകരം. മറ്റു ഓഡിറ്റ് എവിഡൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, മാനേജ്മെന്റ് ചെയ്ത റിട്ടേൺ റെപ്രസെന്റേഷൻ മാത്രം മതി. പറ്റുമോ? അവിടെ നമ്മൾ ഇത്ര നേരം എന്താ പറഞ്ഞത്? ടോട്ടലി ഇൻകറക്റ്റ്. പറ്റൂല. അതൊരു സപ്പോർട്ടിംഗ് ഓഡിറ്റ് എവിഡൻസ് മാത്രമാണ്. ഇത് മെയിൻ ഓഡിറ്റ് എവിഡൻസ് ആണോ? അല്ല. വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ റിട്ടേൺ റെപ്രസെന്റേഷൻ ഈസ് ടു സപ്പോർട്ട് അതർ ഓഡിറ്റ് എവിഡൻസ്. ഈ മെയിൻ ഓഡിറ്റ് എവിഡൻസിന് എന്തിനു മാത്രമേ ഈ റിട്ടേൺ റെപ്രസെന്റേഷൻ എന്തിനു മാത്രമേ പറ്റുള്ളൂ? ഒരു മെയിൻ ഓഡിറ്റ് എവിഡൻസ് ഉണ്ടാവും, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഇതൊരു മെയിൻ ഓഡിറ്റ് എവിഡൻസ് ആണോ? ഒരിക്കലുമല്ല. സോ റെലവന്റ് ടു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓർ സ്പെസിഫിക് അസേഷൻ ഇൻ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നു ബൈ മീൻസ് ഓഫ് റിട്ടേൺ റെപ്രസെന്റേഷൻ. സോ ഇറ്റ് ഈസ് ക്ലിയർലി state that written representation cannot be a substitute. ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല for other audit evidence that auditor could expect to be reasonably available. ഒരിക്കലും റിട്ടൺ റെപ്രസെന്റേഷനെ വേറെ ഓഡിറ്റ് എവിഡൻസുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. റിട്ടൺ റെപ്രസെന്റേഷൻ is only for a collaborative or supporting audit evidence. It is not a sufficient and appropriate audit evidence. വീണ്ടും പറയുന്നു, it is not a sufficient appropriate audit evidence. ഒന്നുകൂടി പറയുന്നു, it is not a sufficient and appropriate audit evidence.
ഈ ഒരു MCQ ആയിട്ട് അവർ എന്ത് ചെയ്യാറുണ്ട്, ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ പറയാനുള്ളത് ഞാൻ ഇത്ര നേരം പറഞ്ഞത് കോൺസെപ്റ്റിനുള്ളിൽ നിന്നും ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 വായിച്ചു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 വായിക്കും. The auditor of Parr and Company, a firm of chartered accountants, is conducting the audit of AB Industry Limited. അപ്പോൾ ഓഡിറ്ററുടെ പേര് P ആണ്, കമ്പനിയുടെ പേരെന്താ, അവരുടെ ആ ഓഡിറ്ററുടെ ഫേമിന്റെ പേരെന്താ, പാർ ആൻഡ് കമ്പനിയാണ്. ഏത് കമ്പനി അവർ ഓഡിറ്റ് ചെയ്യാൻ പോയിട്ടുള്ളത്, AB Industry Limited ആണ്. ദ ഓഡിറ്റർ റിക്വസ്റ്റ് മാനേജ്മെന്റ് ടു പ്രൊവൈഡ് ബാങ്കേഴ്സ് സർട്ടിഫിക്കറ്റ് ഇൻ സപ്പോർട്ട് ഓഫ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. ഞാൻ ഇത്ര നേരം പറഞ്ഞ എക്സാമ്പിൾ ആണത്. അതായത് ആ കമ്പനിയുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ആ കമ്പനിക്ക് FD ഉണ്ട്, ആ FD ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ കമ്പനിയിലെ FD ഉണ്ട്, ആ FD ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റിനോട് ഓഡിറ്റർ എന്ത് റിക്വസ്റ്റ് ചെയ്തു, ബാങ്കിന്റെ സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് ചെയ്തു. ബാങ്ക് സർട്ടിഫിക്കറ്റ്, അതായത് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ്, ബാങ്കിന്റെ FD സ്റ്റേറ്റ്മെന്റ് റിക്വസ്റ്റ് ചെയ്തു ഓഡിറ്റർ. whereas the management provide only, but management എന്തു മാത്രമേ കൊടുത്തുള്ളൂ, മാനേജ്മെന്റ് പ്രൊവൈഡ് ഓൺലി റിട്ടൺ റെപ്രസെന്റേഷൻ ഓൺ ദ മാറ്റർ. മാനേജ്മെന്റ് എന്താ കൊടുത്തത്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ല, എന്താ കൊടുത്തത്, റിട്ടൺ റെപ്രസെന്റേഷൻ കൊടുത്തു. ഇതാ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇല്ല, ഞങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിട്ടൺ റെപ്രസെന്റേഷൻ തരാം, ഞങ്ങളുടെ ലെറ്റർ ഹെഡിൽ ഞങ്ങൾ എഴുതി കൺഫേം ആക്കി തരാമെന്ന് പറഞ്ഞു. അനലൈസ് ഹൗ യു വുഡ് ഡീൽ ആസ് എൻ ഓഡിറ്റർ. ഒരു ഓഡിറ്റർ നിനക്ക് നിങ്ങൾ ഇത് എങ്ങനെ ഡീൽ ചെയ്യും. RTP May 2018 ക്വസ്റ്റ്യൻ ആണ്, SA 5 ഞാൻ എന്താ പറഞ്ഞത്, പറ്റുമോ, ഒരിക്കലും പറ്റൂല. ബാങ്കിന്റെ FD ചെക്ക് ചെയ്യണമെങ്കിൽ ബാങ്ക് സർട്ടിഫിക്കറ്റ് തന്നെ വേണം. നമുക്ക് എന്ത് ഓഡിറ്റ് കാര്യമില്ല, റിട്ടൺ റെപ്രസെന്റേഷൻ കൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? റിട്ടൺ റെപ്രസെന്റേഷൻ മെയിൻ ഓഡിറ്റ് എവിഡൻസ് അല്ല, സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ആണോ, അല്ല, അതൊരു സപ്പോർട്ടിംഗ് ഓഡിറ്റ് എവിഡൻസ് മാത്രമാണ്. കണ്ടോ, although written representation provide necessary audit evidence, അത് ഓഡിറ്റ് എവിഡൻസ് ആണ്, but they do not provide sufficient appropriate audit evidence. They do not provide sufficient appropriate audit evidence on their own about any other matter which they deal. ഒരിക്കലും sufficient appropriate audit evidence അല്ല. Furthermore, the fact that the management has provided reliable written representation does not affect the nature or extent of other audit evidence that the auditor obtain about the fulfillment of management responsibility or about specific assertion. അതായത് മാനേജ്മെന്റ് റിട്ടൺ റെപ്രസെന്റേഷൻ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തെളിയിക്കണമെങ്കിൽ എന്ത് തന്നെ വേണം, ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ വേണം. ഇനി പറയുകയാണെങ്കിൽ അപ്ലൈയിങ് ദ എബോവ് given problem, the auditor would further request the management. അപ്പോൾ മാനേജ്മെന്റിന്റെ ഓഡിറ്റർ എന്തിന്, ഇപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്, മാനേജ്മെന്റ് ഓഡിറ്റർക്ക് എന്താ കൊടുത്തത്, റിട്ടേൺ റെപ്രസെന്റേഷൻ കൊടുത്തു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അപ്പോൾ ഓഡിറ്ററോട് പറയാം ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു പ്രൊവിഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഓഡിറ്റർ വുഡ് ഫർദർ ഒന്നും കൂടി റിക്വസ്റ്റ് ചെയ്യണം മാനേജ്മെന്റിനോട്. എന്ത് പ്രൊവൈഡ് ചെയ്യാം, ടു പ്രൊവൈഡ് ഹിം, അവന് പ്രൊവൈഡ് ചെയ്യണം, ഓഡിറ്റർക്ക് പ്രൊവൈഡ് ചെയ്യണം എന്താ, വിത്ത് ദ ബാങ്ക് സർട്ടിഫിക്കറ്റ് ഇൻ സപ്പോർട്ട് ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഹെൽഡ് ബൈ ദ കമ്പനി. ആ കമ്പനി ഹെൽഡ് ചെയ്തിരിക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിന്റെ സർട്ടിഫിക്കറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യാം, ഓഡിറ്റർ കമ്പനിയോട് എന്ത് ചെയ്യണം, റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതാ പറയുന്നത്. ഇതാണ് കറക്റ്റ് സ്റ്റഡി മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ എന്താ പഠിക്കുക, അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുക, ഒരു കോൺസെപ്റ്റ് വായിക്കുക, അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുക, കഴിഞ്ഞു. ക്വസ്റ്റ്യനും കഴിഞ്ഞു, കോൺസെപ്റ്റും കഴിഞ്ഞു, ഒക്കെ പക്കായില്ലേ. പറയാൻ മനസ്സിലാവുണ്ടോ? ഇനി പറയാൻ ആസ് എ ഓഡിറ്റർ, ഞാനൊരു കമ്പനി ഓഡിറ്ററാ, എന്റെ ലക്ഷ്യം എന്താ, റിട്ടൺ റെപ്രസെന്റേഷൻ. ഞാൻ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങുന്നുണ്ട്, റിട്ടൺ റെപ്രസെന്റേഷൻ വാങ്ങുന്നുണ്ടല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ റിട്ടൺ റെപ്രസെന്റേഷൻ വാങ്ങുന്നത്? ഓക്കെ, ഫസ്റ്റ് ഒന്നാമത്തെ പോയിന്റ് തരോ, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നും റിട്ടൺ റെപ്രസെന്റേഷൻ വാങ്ങുന്നത്? നിങ്ങൾ ആലോചിക്കേ, ഒരു കമ്പനിയിലെ മാനേജ്മെന്റിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, ശരിയല്ലേ? ഓക്കെ, എന്തൊക്കെയാണ് മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി? ഇന്റേണൽ കൺട്രോൾസ് എന്താ റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റിനാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ എന്താ റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റിനാണ്. പിന്നെ പറയാണ് അസംഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് അസംഷൻസ് ഒക്കെ റീസണബിൾ ആയിരിക്കണം. പിന്നെ എസ്റ്റിമേറ്റുകളൊക്കെ റീസണബിൾ ആയിരിക്കണം. അപ്പൊ ഇന്റേണൽ കൺട്രോൾസ് ഡീൽ ചെയ്യുക. പിന്നെ അസറ്റൊക്കെ സേഫ് ഗാർഡ് ചെയ്യണം. കംപ്ലയൻസ് വിത്ത് ലോസ് ഓർ റെഗുലേഷൻ, നിയമങ്ങളൊക്കെ പാലിക്കണം. പിന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, പ്രോപ്പറായിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നടത്തണം. ഇതൊക്കെയാണ് ഒരു കമ്പനിയിലെ മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പൊ ഞാൻ മാനേജ്മെന്റിനോട് ചോദിക്കണം, എന്താ ചോദിക്കേണ്ടത്, റിട്ടേൺ റെപ്രസെന്റേഷൻ ചോദിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി, ഈ കൊടുത്തതൊക്കെ മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി അല്ലേ. ഇന്റേണൽ കൺട്രോൾസ് കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, അത് പ്രിവെന്റ് ചെയ്ത് നോക്കുക, അത് കറക്റ്റ് ചെയ്യുക, ഡിറ്റക്ട് ചെയ്യുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ചെയ്യുക, അക്കൗണ്ടിങ് പോളിസികൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക, അതുപോലെ അസിസ്റ്റ് ചെയ്യുക, അതുപോലെ എന്താ പറയാ അസറ്റൊക്കെ പ്രോപ്പറായിട്ട് സേഫ് ഗാർഡ് ചെയ്യുക, അതുപോലെ തന്നെ ലോസ് റെഗുലേഷൻസ് കംപ്ലൈ ചെയ്യുക, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് റിലയബിലോട് കൂടി മേക്ക് ചെയ്യുക. ഇതൊക്കെയാണ് മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി അല്ലെ. അപ്പൊ ഞാൻ
ആസ് എ ഓഡിറ്റർ, മിഥിലാജാണ് ഓഡിറ്റർ, ഞാനൊരു കമ്പനിയിൽ ഓഡിറ്ററായിട്ട് പോയി. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ ആ കമ്പനിയുടെ മാനേജ്മെന്റിനെ ഇങ്ങോട്ട് വിളിക്കണം. ഒന്ന് ഇങ്ങോട്ട് വരും. ഓക്കെ സാർ പറയൂ, എന്താണ് പ്രശ്നം? എനിക്ക് നിങ്ങളൊരു റിട്ടേൺ റെപ്രസെന്റേഷൻ തരണം. ഓക്കെ സാർ, ഞങ്ങൾ എന്തിനാണ് റിട്ടേൺ റെപ്രസെന്റ് തരേണ്ടത്? നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നിങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. നീ പറഞ്ഞ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നിങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് എന്ത് തരണം? ഒരു റെപ്രസെന്റേഷൻ തരണം. അപ്പൊ മാനേജ്മെന്റ് എനിക്ക് എന്ത് ചെയ്യും? അവരുടെ റിട്ടേൺ അവരുടെ ലെറ്റർ ഹെഡ് എടുക്കും. ആ ലെറ്റർ ഹെഡിൽ ഡേറ്റ് വെച്ചിട്ട് ഡേറ്റ് ഇടും. അതുപോലെ തന്നെ അവർ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ആ ലെറ്റർ ഹെഡിനകത്ത് ഡേറ്റ് വെച്ചിട്ട് അവർ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യും. ഞങ്ങൾ ഈ കമ്പനിയുടെ മാനേജ്മെന്റ് ആണ്, ഞങ്ങളുടെ ഈ താഴെ കൊടുത്തിരുന്നൊക്കെ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്, ഈ താഴെ കൊടുത്ത എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ കമ്പനിയിൽ പാലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ സൈൻ ചെയ്ത് ഒപ്പിട്ട് എനിക്ക് തരും. അപ്പൊ ഓക്കെ, അപ്പൊ ഓഡിറ്ററെ എനിക്ക് ഓക്കെയാണ്. കാരണം എന്താ? മാനേജ്മെന്റ് അവരുടെ കമ്പനിയിൽ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി അവർ കറക്റ്റ് ആയിട്ട് പാലിച്ചിട്ടുണ്ട് എന്നതിന് അവർ തെളിവ് എന്ത് ചെയ്തു? എനിക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു? ഒപ്പിട്ട് തന്നു. എനിക്ക് കറക്റ്റ് അവർ എന്ത് ചെയ്തു? റിട്ടേൺ റെപ്രസെന്റേഷൻ തന്നു. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അവരുടെ കയ്യിൽ നിന്ന്, മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങണം. എന്തിനു വേണ്ടിയിട്ടാ? മാനേജ്മെന്റ് അവരുടെ എല്ലാ റെസ്പോൺസിബിലിറ്റി അവർ കറക്റ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്തു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. ഓക്കെനോ? മാനേജ്മെന്റിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും അവർ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ കയ്യിൽ എന്ത് വാങ്ങണം? റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്റ്റെയിൻ ചെയ്യണം. ഇതാണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. കണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ പറയാണ് എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റർ റിഗാർഡിംഗ് റിട്ടേൺ റെപ്രസെന്റേഷൻ. ഫസ്റ്റ് വൺ എന്താ അറിയോ? ടു ഒബ്റ്റെയിൻ റിട്ടേൺ റെപ്രസെന്റേഷൻ. ഓഡിറ്ററായി ഞാൻ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങണം? റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങണം. കണ്ടോ? ടു ഒബ്റ്റെയിൻ റിട്ടേൺ റെപ്രസെന്റേഷൻ ഫ്രം ദ മാനേജ്മെന്റ്. എന്തിനാ? ആൾസോ ദാറ്റ് മാനേജ്മെന്റ് ബിലീവ് ദാറ്റ് ഇറ്റ് ഹാസ് ഫുൾഫിൽഡ് ഹിസ് റെസ്പോൺസിബിലിറ്റി. അത് എന്ത് ഉറപ്പിക്കും? മാനേജ്മെന്റ് അവരുടെ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ്? ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫോർ കംപ്ലീറ്റ്നെസ് ഓഫ് ദ ഇൻഫർമേഷൻ പ്രൊവൈഡ് ടു ദ ഓഡിറ്റർ. ഓഡിറ്ററായി എനിക്ക് അവർ ഒരുപാട് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടല്ലോ, ആ ഇൻഫർമേഷൻ ഒക്കെ കംപ്ലീറ്റ് ആണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ആയ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും എനിക്ക് അവർ എന്തൊക്കെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടോ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചോദിച്ച എല്ലാതും എനിക്ക് അവർ തന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും ഞാൻ എന്ത് ചെയ്യണം? മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? റിട്ടേൺ റെപ്രസെന്റേഷൻ എഴുതി വാങ്ങണം. കിട്ടി. ഇത് രണ്ടാമത്തെ എന്ത് ലക്ഷ്യം എന്താ? ടു സപ്പോർട്ട് അതർ എവിഡൻസ്. ഞാൻ പറഞ്ഞല്ലേ, റിട്ടേൺ റെപ്രസെന്റേഷൻ എന്താ? അതൊരു മെയിൻ ഓഡിറ്റ് എവിഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതൊരു സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ആണോ? അല്ല. to support the other audit evidence relevant to financial statement. Financial statement അല്ലെങ്കിൽ സ്പെസിഫിക് അസേഷൻ. എന്താ അസേഷൻ എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിനകത്തുള്ള അസേഷൻ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിനകത്തിൽ ഒരുപാട് ഫിഗേഴ്സ് ഉണ്ടാവും അല്ലേ, അതുപോലെ തന്നെ ലയബിലിറ്റീസിനകത്ത് ഒരുപാട് ഫിഗേഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പോൾ എന്താ അസേഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ വാട്ട് എവർ ഇറ്റ് മേ ബി സ്പെസിഫിക് അസേഷൻ, അത് ബാലൻസ് ഷീറ്റിനകത്തുള്ള ഫിഗേഴ്സ് ആവട്ടെ, ക്ലാസസ് ഓഫ് ട്രാൻസാക്ഷൻ, അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് അക്കൗണ്ട് ബാലൻസ് മീൻസ് ബാലൻസ് ഷീറ്റിനകത്തിൽ ഒരുപാട് ഫിഗേഴ്സ്. ക്ലാസസ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്തിന്റെ ഫിഗേഴ്സ് എടുക്കുന്ന പേരാണ് ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ. കിട്ടി. പിന്നെ ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് നോട്ട്സ് ടു അക്കൗണ്ടിനകത്തിൽ ഓരോ കാര്യം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം, അതാണ് ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഏത് അസേഷൻ ആവട്ടെ, അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി ബന്ധമുള്ള അസേഷൻ ആവട്ടെ, ഇതൊക്കെ അവർ കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി ബന്ധമുള്ള ഒരു എവിഡൻസ് കിട്ടിയാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ എന്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന റിട്ടൺ റെപ്രസെന്റേഷൻ യൂസ് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ദ അതർ ഓഡിറ്റ് എവിഡൻസ്. ഓക്കെ, ഇനി അത് മാത്രമല്ല ടു റെസ്പോണ്ട് അപ്രോപ്രിയറ്റ്ലി. എന്താ ടു റെസ്പോണ്ട് അപ്രോപ്രിയറ്റ്ലി എന്ന് പറയുന്നത്? ഓക്കെ, ടു റെസ്പോണ്ട് അപ്രോപ്രിയറ്റ്ലി ടു റിട്ടൺ റെപ്രസെന്റേഷൻ പ്രൊവൈഡ് ബൈ ദ മാനേജ്മെന്റ് ഓർ ഇഫ് മാനേജ്മെന്റ് ഡസ് നോട്ട് പ്രൊവൈഡ് റിട്ടൺ റെപ്രസെന്റേഷൻ റിക്വസ്റ്റഡ് ബൈ ദ ഓഡിറ്റർ. ഞാൻ ചോദിച്ചു റിട്ടൺ റെപ്രസെന്റേഷൻ വേണമെന്ന് പറഞ്ഞു, അവർ തന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ ആണോ? ഇതാണ് 3 പോയിന്റ്. ഫസ്റ്റ് വൺ ടു ഒബ്റ്റെയിൻ റിട്ടൺ റെപ്രസെന്റേഷൻ, സെക്കൻഡ് വൺ ടു സപ്പോർട്ട് അതർ ഓഡിറ്റ് എവിഡൻസ്, തേർഡ് വൺ ടു റെസ്പോണ്ട് അപ്രോപ്രിയറ്റ്ലി. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 3 is also completed. 3 നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഓക്കെ, ഇത് ഒരുപാട് തവണ വരുന്നത് കണ്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 5 വായിച്ചു നോക്കിയേ. ക്വസ്റ്റ്യൻ 5 എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റർ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5 വായിച്ചു നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്തറിയോ? ഫസ്റ്റ് പാരഗ്രാഫ് എന്തറിയോ? ഓഡിറ്റ് എവിഡൻസ് പഠിച്ചില്ലെങ്കിൽ ഓഡിറ്റ് എവിഡൻസ് SA 500 ഓഡിറ്റ് എവിഡൻസിന്റെ ഡെഫിനേഷൻ കൊടുത്തു. കണ്ടോ, എന്താ ഓഡിറ്റ് എവിഡൻസ് ഡെഫിനേഷൻ? ഓഡിറ്റ് എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇൻഫർമേഷൻ യൂസ്ഡ് ബൈ ദ ഓഡിറ്റർ ഇൻ അറൈവിംഗ് അറ്റ് എ കൺക്ലൂഷൻ ഓൺ വിച്ച് ഓഡിറ്റ് ഒപ്പീനിയൻസ് ബേസ്ഡ്. ഓഡിറ്റ് എവിഡൻസ് എന്താ? ഒരു ഓഡിറ്റർക്ക് ഓഡിറ്റ് ഒപ്പീനിയൻ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓഡിറ്റ് ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ട് ആ ഓഡിറ്റർ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻ ആണെന്ത് ഓഡിറ്റ് എവിഡൻസ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം.
Written representation is one of the audit evidence ആണ്. Written representation are necessary information that auditor require in connection with the audit of entities financial statement. ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഓഡിറ്റർ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നും എന്ത് വാങ്ങേണ്ടി വരും? റിട്ടൺ റെപ്രസെന്റേഷൻ വാങ്ങേണ്ടി വരും. അത് നമുക്കറിയാം. ഇത് എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്? നിങ്ങൾ കൺഫ്യൂഷൻ ആക്കി വേണ്ടി മാത്രം. ഇതല്ല ക്വസ്റ്റ്യൻ എന്താ അറിയോ? അക്കോർഡിംഗ്ലി സിമിലർ ടു റെസ്പോൺസ് ടു എൻക്വയറി റിട്ടൺ റെപ്രസെന്റേഷൻ ആർ ഓഡിറ്റ് എവിഡൻസ്. Written representation എന്താണ്? Audit evidence ആണ്. Explain stating clearly the objectives of auditor regarding the written representation as per SA 580. Objectives of auditor regarding written representation. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഉണ്ടോ? അപ്പോൾ ഇവർ എന്താ പറഞ്ഞു? അപ്പോൾ ഇവർ എങ്ങനെ ആൻസർ ചെയ്ത് നോക്കിയേ? ഫസ്റ്റ് അവർ ഞാൻ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻ അതേപോലെ എടുത്തെഴുതണം പറഞ്ഞില്ലേ? ക്വസ്റ്റ്യൻ എന്താണ്? അതേപോലെ ഇങ്ങോട്ട് എടുത്തെഴുതണം. പ്രസന്റേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. കണ്ടോ? ഓഡിറ്റ് എവിഡൻസ് ഈസ് ദ ഓൾ ഇൻഫർമേഷൻ യൂസ്ഡ് ബൈ ദ ഓഡിറ്റർ ഇൻ അറൈവിംഗ് അറ്റ് ദി കൺക്ലൂഷൻ ഓൺ വിച്ച് ദ ഡീൽ ഒപ്പീനിയൻ ഈസ് ബേസ്ഡ്. അവിടെ സെയിം അല്ല. നിങ്ങൾ പറ ക്വസ്റ്റ്യനകത്ത് എന്താണ് ഓഡിറ്റ് എവിഡൻസിന് കൊടുത്തത്? ICAന്റെ ആൻസർ ആണത്. ക്വസ്റ്റ്യനകത്ത് എന്താണ് ഓഡിറ്റ് എവിഡൻസിന് കൊടുത്തത്? അത് അതേപോലെ എടുത്ത് ഇതിപ്പോ നിങ്ങൾക്ക് വയ്ക്കൂലേ? ഇതാണ് പ്രസന്റേഷൻ. ഇവിടെയാണ് മാർക്ക് എടുക്കുന്നത്. ഓക്കെ. Written representation are necessary information that auditor require in connection with the audit of entity financial statement. Accordingly, similar to response to inquiry, written representation are audit evidence. Audit evidence ആണ്. അത്രേ ഉള്ളൂ. വേറെ ഒന്നുകൂടെ പറയുന്നില്ല. ഇനി പറഞ്ഞു written representation are requested from those responsible for preparation and presentation of financial statement. പറഞ്ഞു written representation നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് റിക്വസ്റ്റ് ചെയ്യേണ്ടത്? മാനേജ്മെന്റ്. ബട്ട് മാനേജ്മെന്റ് എന്ന് പറയരുത് ആരാണ് ഒരു കമ്പനിയിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ അവകാശമുള്ളത്, ആരാണ് ഒരു കമ്പനിയിലെ ഫിനാൻഷ്യൽ പ്രസന്റ് ചെയ്യാൻ അവകാശമുള്ളത്, അവരുടെ കയ്യിൽ നിന്നാണ് റിട്ടേൺ റെപ്രസെന്റേഷൻ ഓഡിറ്റ് വാങ്ങേണ്ടത്. വിച്ച് മീൻസ് ഇൻ ദ മാനേജ്മെന്റ്. ഓക്കെ. ഇനി പറയാണ് although written representation provide necessary audit evidence, okay, they do not provide sufficient appropriate audit evidence. പറയേണ്ട ആവശ്യമില്ലല്ലോ. They are on about only the matter in which they deal. Furthermore, a fact that management has provided reliable written representation does not affect the nature, extent of the audit evidence obtained. Simple. ഇനി പറയാം ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റേഴ്സ് റിഗാർഡിംഗ് റിട്ടൺ റെപ്രസെന്റേഷൻ. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് എന്താണ്? ടു ഒബ്റ്റെയിൻ റിട്ടൺ റെപ്രസെന്റേഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒരാവശ്യമില്ല. സെക്കൻഡ് വൺ എന്താ? ടു സപ്പോർട്ട് അതർ ഓഡിറ്റ് എവിഡൻസ്. തേർഡ് വൺ ടു റെസ്പോണ്ട് അപ്രോപ്രിയറ്റ്ലി. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ സെയിം ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ഇവിടെ വരുന്നത്. ഓക്കെ. ഇനിയൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ഒരു കേസ് ആയിക്കോ, ഒരു ഇൻട്രസ്റ്റിംഗ് കേസാണ്. ഞാനൊരു കമ്പനി ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ 10 കോടി രൂപയുടെ ഇൻവെന്ററി ഉണ്ട്. ഇൻവെന്ററി ഈക്വൽ ടു 10 കോടി എന്ന് കണ്ടു. അപ്പൊ ഇതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? അവിടെ പോയിട്ട് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തി. ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയ സമയത്ത് അവിടെ 8 കോടിന്റെ ഇൻവെന്ററി, 8 കോടിന്റെ സ്റ്റോക്ക് മാത്രമേ കമ്പനിക്കകത്തുള്ളൂ. അപ്പൊ 2 കോടി എന്താണ്? മിസ്സിംഗ് ആണ്. അപ്പൊ ഞാൻ മാനേജ്മെന്റ് വിളിച്ചു. ഒന്നും ഇങ്ങോട്ട് വന്നേ, 2 കോടിന്റെ സ്റ്റോക്ക് കാണില്ല. നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ സ്റ്റോക്കിന് അണ്ടറിൽ 10 കോടി എന്ന് കാണുന്നുണ്ട്. ബട്ട് ഞാൻ നോക്കുന്ന സമയത്തിനകത്ത് 8 കോടിന്റെ സ്റ്റോക്കേ ഉള്ളൂ. ബാക്കി 2 കോടി അവിടെ പോയി. 2 കോടിന്റെ സ്റ്റോക്ക് അവിടെ പോയി. അപ്പൊ മാനേജ്മെന്റ് പറഞ്ഞു, സാർ ഈ 2 കോടിന്റെ സ്റ്റോക്ക് ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിലാണെന്ന് പറഞ്ഞു. തേർഡ് പാർട്ടി ഹെൽഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. ഓക്കെ, തേർഡ് പാർട്ടി. ഓക്കെ. അപ്പോൾ എന്നിട്ട് മാനേജ്മെന്റ് പറഞ്ഞു, സാർ ഈ 2 കോടി സ്റ്റോക്ക് തേർഡ് പാർട്ടി കയ്യിൽ, ഞങ്ങൾ റിട്ടേൺ റെപ്രസെന്റേഷൻ തരാം. അതായത് ഞങ്ങളെ കമ്പനിയിലെ 2 കോടി രൂപയുടെ സ്റ്റോക്ക് ഇന്ന ഡേറ്റിൽ അതൊരു മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിട്ടേൺ റെപ്രസെന്റേഷൻ മാനേജ്മെന്റായ ഞങ്ങൾ നിങ്ങൾക്ക് തരാം, തെളിവിനായിട്ട് തരാം എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഓഡിറ്ററാണ്, നിങ്ങൾ യെസ് പറയോ നോ പറയോ? ഇറ്റ്സ് നോ, അത് പറ്റൂല. ആ ഒരു തെളിവ് കിട്ടിയിട്ട് കാര്യമില്ല. റിട്ടേൺ റെപ്രസെന്റേഷൻ അവിടെ കിട്ടിയിട്ട് കാര്യമില്ല. റിട്ടേൺ റെപ്രസെന്റേഷൻ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് കാര്യമില്ല. ഈ സ്റ്റോക്ക് ആരുടെ കയ്യിലുള്ളത്? ഈ സ്റ്റോക്ക് മിസ്റ്റർ എയുടെ കയ്യിലുള്ളത്. അപ്പൊ മിസ്റ്റർ എ ആണ് എനിക്ക് എന്ത് തരേണ്ടത്? റിട്ടേൺ റെപ്രസെന്റേഷൻ തരേണ്ടത്. അല്ലാതെ മാനേജ്മെന്റ് ഞങ്ങളുടെ കടയിലെ സ്റ്റോക്ക്, ഞങ്ങളുടെ കമ്പനി സ്റ്റോക്ക് മിസ്റ്റർ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിട്ടേൺ റെപ്രസെന്റേഷൻ തന്നത് കാര്യമില്ല. ആര് തരണം എനിക്ക്? മിസ്റ്റർ എ. ഞാൻ മിസ്റ്റർ എനെ വിളിക്കണം. സി മിസ്റ്റർ എ, നിങ്ങളുടെ കയ്യിൽ ഇന്ന കമ്പനിയുടെ സ്റ്റോക്ക് ഉണ്ടോ? അതെ സാർ, എൻ്റെ ഇന്ന കമ്പനിയുടെ സ്റ്റോക്ക് ഉണ്ട്. ഒരു കാര്യം ചെയ്യോ, നിങ്ങളുടെ ലെറ്റർ ഹെഡിൽ എനിക്കൊന്ന് എഴുതി തരണം, ഒന്ന് കൺഫേം ചെയ്ത് തരണം എന്ന് പറയാം. അവരാണ് ആ തേർഡ് പാർട്ടിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? അത് എഴുതി തരേണ്ടത്. അതിൽ ആരല്ല? ഈ മാനേജ്മെന്റ് അല്ല എഴുതി തരേണ്ടത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 7 വെച്ച് examine with reason, in short, whether the following statement are correct or incorrect. First one, when inventory under the custody and control of a third party. ഒരു ഇൻവെന്ററി ഉണ്ട്, അത് ആരുടെ കൺട്രോളിലാണ്? അത് തേർഡ് പാർട്ടിന്റെ കസ്റ്റഡിയിലാണ്, തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ്. is material to the financial statement. The auditor can obtain sufficient appropriate audit evidence regarding the existence and condition. And the existence, ആ ഇൻവെന്ററി ആരുടെ കയ്യിലാണുള്ളത്? ആ ഇൻവെന്ററി ഇപ്പൊ ഉണ്ടോ? എക്സിസ്റ്റൻസ് ഉണ്ടോ? And condition of that inventory by taking the written representation from the management.
അപ്പൊ ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം, സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാം. എവിടെ നിന്ന്? മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് റിട്ടൺ റെപ്രസെന്റേഷൻ ഒബ്റ്റെയിൻ ചെയ്യാം. എന്ത് തെളിയിക്കാൻ വേണ്ടിയിട്ടാ? ആ ഇൻവെന്ററിയുടെ എക്സിസ്റ്റൻസും ആ ഇൻവെന്ററിന്റെ കണ്ടീഷൻസും തെളിയിക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ മാനേജ്മെന്റ് കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാം. ഇത് എന്താ, കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ? ഇസ് ടോട്ടലി ഇൻകറക്റ്റ്. മാനേജ്മെന്റ് കയ്യിൽ നിന്നല്ല വാങ്ങേണ്ടത്, റിട്ടൺ റെപ്രസെന്റ് വാങ്ങേണ്ടത്. ആരുടെ കയ്യിലാണ് വാങ്ങേണ്ടത്? ആ തേർഡ് പാർട്ടി ആരാണോ അവന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? ഒബ്റ്റെയിൻ ചെയ്യണം. ഓക്കെ ആണോ? ഇനി വായിച്ചു നോക്കേ. ഇൻകറക്റ്റ്. വെൻ ഇൻവെന്ററി അണ്ടർ ദ കസ്റ്റഡി ആൻഡ് കൺട്രോൾ ഓഫ് എ തേർഡ് പാർട്ടി ഈസ് മെറ്റീരിയൽ ടു ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്യുമ്പോൾ അത് മെറ്റീരിയൽ ആയ ഒരു കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് അല്ലേ? അങ്ങനെയെങ്കിൽ ദ ഓഡിറ്റർ ഷാൾ ഒബ്റ്റെയിൻ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് റിഗാർഡിംഗ് ദ എക്സിസ്റ്റൻസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ദാറ്റ് ഇൻവെന്ററി ബൈ പെർഫോമിംഗ് വൺ ഓർ ബോത്ത് ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്ന ഒന്ന് ചെയ്യണം. ഫസ്റ്റ് വൺ എന്താ? റിക്വസ്റ്റ് കൺഫർമേഷൻ ഫ്രം ദ തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിയുടെ കയ്യിൽ ഞാനൊരു കൺഫർമേഷൻ വാങ്ങണം. എന്താ വാങ്ങേണ്ടത്? as to the quantity and condition of the inventory held on behalf of the entity. ആ തേർഡ് പാർട്ടി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിസ്റ്റർ എ ആണ് 2 കോടിയുടെ സ്റ്റോക്ക് മിസ്റ്റർ എന്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? മിസ്റ്റർ എനെ വിളിക്കണം. മിസ്റ്റർ എനെ വിളിച്ചിട്ട് നിങ്ങൾ എനിക്കൊരു കൺഫർമേഷൻ തരണം എന്ന് പറയും. ഓക്കെ സാർ, ഞാൻ എന്താ കൺഫർമേഷൻ തരേണ്ടത്? നിങ്ങളുടെ കയ്യിൽ ഈ കമ്പനിയുടെ എത്ര ക്വാണ്ടിറ്റി സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്യണം. ആ സ്റ്റോക്കിന്റെ കണ്ടീഷൻ എന്താണ്? അത് വീക്കാണോ? അത് നശിച്ചു പോയിട്ടുണ്ടോ? അത് ഇപ്പോഴും അതേപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുണ്ടോ? ഇതാണ് ചോദിക്കേണ്ടത്. ക്വാണ്ടിറ്റി നിങ്ങൾ എക്സാമിന് എഴുതി കൊടുക്കുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റാ. കൺഫർമേഷൻ വാങ്ങണമെന്ന് മാത്രം ഇത് കൊടുത്തിട്ട് കാര്യമില്ല. എന്ത് കൺഫർമേഷനാണ് വാങ്ങേണ്ടത്? ആ സ്റ്റോക്കിന്റെ ക്വാണ്ടിറ്റിയും ആ സ്റ്റോക്കിന്റെ കണ്ടീഷൻ ഓഫ് ദി ഇൻവെന്ററി അല്ലെ, ബിഹാഫ് ഓഫ് ദി എൻറ്റിറ്റി ഈ കമ്പനിയുടെ സമ്മതത്തോട് കൂടിയിട്ട് നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കുന്ന ആ ഇൻവെന്ററിയുടെ ക്വാണ്ടിറ്റിയും അതിന്റെ കണ്ടീഷനും അല്ലെ, അതിന്റെ ക്വാണ്ടിറ്റിയും അതിന്റെ കണ്ടീഷനും അടങ്ങിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എനിക്ക് അയച്ചു തരണം. ഒന്നാമത്തത്. അല്ലെങ്കിലോ പെർഫോം ഇൻസ്പെക്ഷൻ ഓർ അതർ ഓഡിറ്റ് പ്രൊസീജിയർ അപ്രോപ്രിയേറ്റ് ഇൻ ദ സർക്കംസ്റ്റൻസ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഓഡിറ്റർ എന്ത് ചെയ്യുക? അവിടെ പോവുക, ആ മിസ്റ്റർ എന്റെ ഓഫീസിൽ പോയിട്ട് എന്ത് ചെയ്യുക? അവിടെ പോയിട്ട് ഇൻസ്പെക്ട് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഈ പറഞ്ഞ 2 കോടി സ്റ്റോക്ക് അവിടെ ഉണ്ടോ എന്നുള്ളത് ഓഡിറ്റർ അവിടെ പോയിട്ട് നേരിട്ട് പോയിട്ട് എന്ത് ചെയ്യുക? ഇൻസ്പെക്ട് ചെയ്യുക. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ എന്താ, അവരോടൊരു കൺഫർമേഷൻ ആക്കി എന്ത് ചെയ്യാം? വാങ്ങുകയും ചെയ്യാം. അല്ലാതെ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നും കൺഫർമേഷൻ വാങ്ങിയിട്ട് കാര്യമുണ്ടോ? എന്താ റെപ്രസെന്റേഷൻ വാങ്ങിയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, എന്താ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിക്കോട്ടോ. ഞാൻ പറഞ്ഞു റിട്ടൺ റെപ്രസെന്റേഷൻ മാനേജ്മെന്റ് കയ്യിൽ നിന്ന് വാങ്ങണം എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ റിട്ടൺ റെപ്രസെന്റേഷൻ മാനേജ്മെന്റ് കയ്യിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള മെച്ചങ്ങൾ എന്തൊക്കെ? ഒന്ന്, മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ മാനേജ്മെന്റ് ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ മാനേജ്മെന്റ് വിചാരിക്കാം, ഞങ്ങൾ കമ്പനിയിലെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ടും നല്ല രീതിയിൽ നടപ്പിലാക്കി എന്നതിന് തെളിവല്ലേ ഈ റിട്ടൺ റെപ്രസെന്റേഷൻ? ശരിയല്ലേ? ഓക്കെ, നിങ്ങളുടെ പക്ഷേ കേട്ടോ. Written representation about management responsibility involve. Written representation about management responsibility involve confirmation of fulfillment of management responsibility in preparation of financial statement, providing the relevant information and also informing about the completeness of transaction. Explain. ഈ ലൈൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു നിങ്ങളോട്. എന്താണ് ആ ലൈന്? റിട്ടൺ റെപ്രസെന്റേഷൻ അബൌട്ട് മാനേജ്മെന്റ്. റിട്ടൺ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മാനേജ്മെന്റ് അവരുടെ റെസ്പോൺസിബിലിറ്റി ഫുള്ളായിട്ട് നിറവേറ്റിയിട്ടുണ്ട്. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി? പ്രിപ്പയറിംഗ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഞങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഓഡിറ്റർക്ക് എന്തൊക്കെ എവിഡൻസ് വേണോ അതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ, കംപ്ലീറ്റ്നെസ് ഓഫ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഓഡിറ്റർക്ക് വേണ്ടി എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ്നെസ് ഓഫ് ട്രാൻസാക്ഷൻ, അതിനകത്തുള്ള എല്ലാ ട്രാൻസാക്ഷനും കമ്പനിക്കകത്തുള്ള എല്ലാ ട്രാൻസാക്ഷനും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് വന്നിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനേജ്മെന്റ്. ഇതൊക്കെയാണ് മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി. ഈ പറഞ്ഞ എല്ലാ റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ് കൺഫേം ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ പറഞ്ഞ എല്ലാ റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ് അതേപോലെ നടത്തിയിട്ടുണ്ട്, നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണെന്ത്? റിട്ടൺ റെപ്രസെന്റേഷൻ. ശരിയല്ലേ? ആണ്. ഇനി വെച്ച് നോക്കിയേ. അപ്പൊ അതൊന്ന് ബ്രീഫാക്കി എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? റിട്ടൺ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് മാനേജ്മെന്റ് നമുക്ക് ഓഡിറ്റർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനകത്ത് മാനേജ്മെന്റ് എന്ത് പറയും? ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് FS പ്രിപ്പയർ ചെയ്യുക, കംപ്ലീറ്റ് ആക്കി പ്രിപ്പയർ ചെയ്യുക, ഫുൾ പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെ ഞങ്ങൾ നിറവേറ്റിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയാണെന്ത് ഈ റിട്ടൺ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതന്നെ. ഓക്കെ, റിട്ടൺ റെപ്രസെന്റേഷൻ
Written representation about management responsibility involve confirmation of fulfillment of management responsibility. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. കൺഫർമേഷൻ, റിട്ടൺ റെപ്രസെന്റേഷൻ അതൊരു കൺഫർമേഷൻ എന്താ, ഫുൾഫിൽമെന്റ് ഓഫ് മാനേജ്മെന്റ് അവരുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖയാണെന്ത് റിട്ടൺ റെപ്രസെന്റേഷൻ. ഓക്കെ, ഇതിങ്ങനെ വായിച്ചാൽ മതി, കഥ വായിക്കുന്ന പോലെ ഇങ്ങനെ വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി എന്താ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. ആര്, മാനേജ്മെന്റ്. അപ്പൊ മാനേജ്മെന്റ് അവർക്ക് കിട്ടിയ ഡാറ്റ വെച്ചിട്ട് അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ദ ഓഡിറ്റർ ഷാൾ റിക്വസ്റ്റ് മാനേജ്മെന്റ് ടു പ്രൊവൈഡ് റിട്ടൺ റെപ്രസെന്റേഷൻ ദാറ്റ് ഇറ്റ് ഹാസ് ഫുൾഫിൽ ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ആൻഡ് ആൾസോ ഫെയർ പ്രസന്റേഷൻ. ഇപ്പോൾ ഫെയർ പ്രസന്റേഷൻ ഫ്രെയിംവർക്ക് പ്രകാരം അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരം മാനേജ്മെന്റ് അവരുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഫുൾഫിൽ ആക്കിയിട്ടുണ്ട്. ഓക്കെ, duties responsibility for preparation and presentation of FS and its responsibility for conduct an entity's business. Management would be expected to have sufficient knowledge about the process followed by the entity in preparing and presenting the financial statement. കണ്ടോ, ആ മാനേജ്മെന്റ് സഫീഷ്യന്റ് നോളജ്, മാനേജ്മെന്റ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സഫീഷ്യന്റ് അവർക്ക് ആവശ്യമായ എല്ലാ നോളജുകളൊക്കെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ഈ കമ്പനിക്ക് ആവശ്യമായ FS ആ കമ്പനി ആ മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇതാണെന്ത് ആ ഒരു ലൈനിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒന്നാമത് എന്താ പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി രണ്ടാമത് എന്താണ്, അത് വെരി സിമ്പിൾ, എന്താ സിമ്പിൾ, എന്താ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ആൻഡ് കംപ്ലീറ്റ്നെസ് ഓഫ് ട്രാൻസാക്ഷൻ. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്ററായ ഞാൻ മാനേജ്മെന്റിനോട് എന്തൊക്കെ ഇൻഫർമേഷൻ ചോദിച്ചോ അത് കംപ്ലീറ്റ് ആയിട്ടും മാനേജ്മെന്റ് ഓഡിറ്റർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ദ ഓഡിറ്റർ ഷാൾ റിക്വസ്റ്റ് മാനേജ്മെന്റ് ടു പ്രൊവൈഡ് റിട്ടൺ റെപ്രസെന്റേഷൻ. ഓക്കെ, ഇറ്റ് ഹാസ് പ്രൊവൈഡഡ് ദാറ്റ് ഓഡിറ്റർ വിത്ത് ഓൾ റെലവന്റ് ഇൻഫർമേഷൻ and access as agreed in terms of audit engagement and all transactions have been recorded and are reflected in the financial statement. ഓഡിറ്റർ ചോദിച്ച എല്ലാ കാര്യവും മാനേജ്മെന്റ് ഓഡിറ്റർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ എല്ലാ ട്രാൻസാക്ഷനും ഈ വർഷം നടന്ന എല്ലാ ട്രാൻസാക്ഷനും ഇതിനകത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖയും കൂടിയാണ് എന്ത് ഈ പറയുന്ന റിട്ടൺ റെപ്രസെന്റേഷൻ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഓക്കെ ഓക്കെ ഞാൻ ചോദിക്കട്ടെ, ക്വസ്റ്റ്യൻ നമ്പർ 9. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നോക്കട്ടോ, ഞാൻ പറഞ്ഞു ഡേറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 9. ഞാൻ പറഞ്ഞു ഡേറ്റ് ഓഫ് റിട്ടൺ റെപ്രസെന്റേഷൻ എപ്പോഴാകാൻ പാടുള്ളൂ, ബിഫോർ ദ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യുന്നതിന് മുമ്പാണ് എന്ത് ചെയ്യേണ്ടത്, ഡേറ്റ് ഇടേണ്ടത്. അല്ലാതെ ഓഡിറ്റ് റിപ്പോർട്ടിന് സൈൻ ചെയ്തതിന് ശേഷമാണ് റിട്ടൺ റെപ്രസെന്റേഷൻ കിട്ടേണ്ടത്, ഒരിക്കലുമല്ല. ഞാൻ മാനേജ്മെന്റിനോട് റിട്ടൺ റെപ്രസെന്റേഷൻ ചോദിച്ചു. ഓക്കെ, ഇനി ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യുക 30th ജൂണിനാണ്. മാനേജ്മെന്റ് എന്നാണ്, ഞാനൊരു 20th ജൂണിന് ചോദിച്ചു. 20th ജൂൺ ഞാൻ മാനേജ്മെന്റിനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്, റിട്ടൺ റെപ്രസെന്റേഷൻ ചോദിച്ചു. ഓക്കെ, ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് ഞാൻ സൈൻ ചെയ്യാറിയോ, 30th ജൂണിനാണ്. ഞാൻ എന്ന് ചോദിച്ചത് ഞാൻ 20 ജൂണിന് മാനേജ്മെന്റിനോട് തരാൻ വേണ്ടി പറഞ്ഞു. ബട്ട് മാനേജ്മെന്റ് എനിക്ക് എന്ന് തന്നറിയോ, 1st ജൂലൈയാ. അതായത് ഞാൻ 30th ജൂൺ ആകുമ്പോൾ എനിക്ക് കിട്ടിയില്ല. ഞാൻ എന്ത് ചെയ്തു, ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തു, അത് ഞാൻ എന്ത് ചെയ്തു, സൈൻ ചെയ്തു, കൊടുത്തു. അതിനുശേഷമാണ് എനിക്ക് റിട്ടൺ റെപ്രസെന്റേഷൻ അവർ തന്നത്. മാനേജ്മെന്റ് ഇസ് നോട്ട് ഫെയർ, ഇത് പറ്റൂല. റിട്ടൺ റെപ്രസെന്റേഷന്റെ ഡേറ്റ് ഇടുമ്പോൾ ആ ഡേറ്റ് എന്നാവേണ്ടത്, ബിഫോർ ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂഡ്. ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യുന്നതിന് മുമ്പാണ് എന്ത് ചെയ്യേണ്ടത്, അതിനകത്ത് ഡേറ്റ് വരേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കോ. CA Manoj is a statutory auditor of a company. Okay, he has completed the audit and issued the audit report dated on 30th June 2024. CA Manoj എന്ന് പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, പുള്ളിക്കാരൻ എന്ത് ചെയ്തു, എന്തൊരു കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആണ്. പുള്ളിക്കാരൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഹി ഹാസ് കംപ്ലീറ്റഡ് ദ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തു. അവന് ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്തു. എന്ന് ഇഷ്യൂ ചെയ്തത് ജൂൺ 30 ഇഷ്യൂ ചെയ്തു. ഓക്കെ, ബിഫോർ സൈനിങ് ദ ഓഡിറ്റ് റിപ്പോർട്ട്, അവൻ ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യുന്നതിന് മുമ്പേ റിട്ടൺ റെപ്രസെന്റേഷൻ ഡേറ്റഡ് ഓൺ ജൂൺ 29. അപ്പോൾ ജൂൺ 29 അവൻ എന്ത് കിട്ടി, ഒരു റിട്ടൺ റെപ്രസെന്റേഷൻ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടി. വേർ ഒബ്റ്റൈൻഡ് ഫ്രം ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യുന്നതിന് മുമ്പ് അവൻ എന്ത് കിട്ടി, റിട്ടൺ റെപ്രസെന്റേഷൻ കിട്ടി. ഓക്കെ, ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഡേറ്റ് ഓഫ് റിട്ടൺ റെപ്രസെന്റേഷൻ. അപ്പോൾ റിട്ടൺ റെപ്രസെന്റേഷന്റെ ആ ഡേറ്റിന്റെ സിഗ്നിഫിക്കൻസ് എത്രത്തോളമാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ആൾസോ സ്റ്റേറ്റ് വെദർ ദ റിട്ടൺ റെപ്രസെന്റേഷൻ ഒബ്റ്റൈൻഡ് ഇൻ ജൂൺ 29 ഈസ് അപ്രോപ്രിയേറ്റ് ഓർ നോട്ട്. അപ്പോൾ ഓഡിറ്ററായ CA മനോജിന് ജൂൺ 29 കിട്ടിയ റിട്ടൺ റെപ്രസെന്റേഷൻ അപ്രോപ്രിയേറ്റ് ആണോ അല്ലയോ,
നിങ്ങൾ പറ അപ്രോപ്രിയേറ്റ് അല്ലേ? കാരണം എന്താ, റിട്ടേൺ റെപ്രസെന്റേഷൻ ഈസ് ഒബ്റ്റൈൻഡ് ബിഫോർ ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് സൈൻഡ്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഓഡിറ്റ് റിപ്പോർട്ട് എന്നാ സൈൻ ചെയ്യുന്നത്? 30th June സൈൻ ചെയ്യുന്നത്. റിട്ടേൺ റെപ്രസെന്റേഷൻ എന്നാ കിട്ടിയത്? June 29 കിട്ടി. സോ ഇറ്റ്സ് എൻ അപ്രോപ്രിയേറ്റ്. ഓക്കെ, ഇനി ആൻസർ വെച്ച് നോക്കിയേ. ആസ് പെർ SA 580 റിട്ടേൺ റെപ്രസെന്റേഷൻ ഇങ്ങനെ പ്രസന്റ് ചെയ്യട്ടെ. നിങ്ങൾ ആ റിട്ടേൺ റെപ്രസെന്റേഷൻ എന്താണെന്ന് എഴുതണം. ഓക്കെ, ഡേറ്റ് ഓഫ് റിട്ടേൺ റെപ്രസെന്റേഷൻ ഷാൽ ബി ആസ് നിയർ ആസ് പ്രാക്ടിക്കബിൾ ടു നിയർ ആസ് പ്രാക്ടിക്കബിൾ മീൻസ് വാട്ട്? അതായത് ഓഡിറ്റ് റിപ്പോർട്ടിന് തൊട്ട് അടുത്തുള്ള ഡേറ്റ് ആവണം, ബട്ട് നോട്ട് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓൺ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ കീവേഡ് എന്താ അറിയോ? ബിഫോർ എന്നല്ല നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ബിഫോർ യൂസ് ചെയ്യണം. നിങ്ങൾ എന്താ യൂസ് ചെയ്യുക? നിയർ ആസ് പ്രാക്ടിക്കബിൾ. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടുത്തുള്ള ഡേറ്റ് ആവണം, വിച്ച് മീൻസ് ബിഫോർ ദ ഓഡിറ്റ് റിപ്പോർട്ട്, നോട്ട് ആഫ്റ്റർ ആവാൻ പാടില്ല. കണ്ടോ? ബട്ട് നോട്ട് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അപ്പൊ റിട്ടേൺ റെപ്രസെന്റേഷൻ മാനേജ്മെന്റ് തരുന്ന സമയത്ത് അത് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ മുമ്പത്തെ ഡേറ്റ് ആവണം. അപ്പൊ നിങ്ങൾ ബിഫോർ എന്ന് എഴുതി കൊടുക്കണം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആസ് നിയർ ആസ് പ്രാക്ടിക്കബിൾ ബട്ട് നോട്ട് ആഫ്റ്റർ ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. കാരണം ഇങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യണം, അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി പറയുന്നത് സിൻസ് റിട്ടേൺ റെപ്രസെന്റേഷൻ ആർ നെസസറി ഓഡിറ്റ് എവിഡൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ദ ഓഡിറ്റ് ഒപ്പീനിയൻ കനോട്ട് ബി എക്സ്പ്രസ്ഡ് ആൻഡ് ദ ഡേറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് ആൻഡ് ദ ഓഡിറ്റ് റിപ്പോർട്ട് കനോട്ട് ബി ഡേറ്റഡ്. ഓഡിറ്റ് റിപ്പോർട്ട് ഡേറ്റ് ആവാൻ പാടില്ല. അപ്പോൾ ബിഫോർ ദ ഡേറ്റ് ഓഫ് റിട്ടേൺ റെപ്രസെന്റേഷൻ. ഓക്കെ, ഇനി പറയുന്നത് furthermore, because of the auditor must consider the event occurring up to the date of auditor's report that might require adjustment to or disclosure in the financial statement, written representation are dated as near as practicable but not after the date of auditor's report on the financial statement. എന്തുകൊണ്ടാണ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന് മുമ്പത്തെ ഡേറ്റ് ആണെന്ന് പറയാൻ കാരണം അറിയോ? ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന് മുമ്പാകുമ്പോൾ എന്തെങ്കിലും ഒരു ഇവന്റ് സംഭവിച്ചാൽ അത് അഡ്ജസ്റ്റ്മെന്റ് ഇവന്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യാം? EFS ഡിസ്ക്ലോസ് ചെയ്യാം. അതുകൊണ്ടാണ് അഡ്ജസ്റ്റിംഗ്, അതായത് ഓഡിറ്റർ റിപ്പോർട്ട് മുമ്പത്തെ ഡേറ്റ് ആവണമെന്ന് പറയാൻ കാരണം. ഓക്കെ, ഇനി പറയുന്നത് in this question CA Manoj obtained a written representation dated on 29 June from the management of the company before signing the auditor report on June 13. So from the above is can conclude that written representation have been obtained appropriately. അപ്പോൾ അത് കറക്റ്റ് തന്നെയാണ്. റെപ്രസെന്റേഷൻ അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. കാരണം എന്താ, മുമ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. June 29 കിട്ടി. എന്നാൽ ഓഡിറ്റർ റിപ്പോർട്ട് സൈൻ ചെയ്ത് June 30. നോ പ്രോബ്ലം. ഓക്കെ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കണം. ഇത് 570 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതാണ്. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ ആണോ? ഞാൻ മാനേജ്മെന്റിനോട് റിട്ടേൺ റെപ്രസെന്റേഷൻ ചോദിച്ചു. ഓക്കെ, അവർ തന്നില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യുക? ഓഡിറ്ററായി ഞാൻ മാനേജ്മെന്റിനോട് ചോദിച്ചു, എനിക്ക് റിട്ടേൺ റെപ്രസെന്റേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇല്ല, ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞു. എന്താ ചെയ്യുക? അതാണ് ഈ ക്വസ്റ്റ്യൻ. ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, വയ്ക്കും. Akash and Associate are the statutory auditor of Deluxe Limited for the financial year 2021. During the course of audit, C. Akash, engagement partner means ആ CA-ക്കാരുടെ പേരാണ് engagement partner, requested the management of the company to provide written representation with respect to valuation of transaction. ഒരു ട്രാൻസാക്ഷൻ വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ CA എന്താ ഓഡിറ്ററുടെ പേരെന്താണ്? C. Akash മാനേജ്മെന്റിനോട് ഒരു റിട്ടേൺ റെപ്രസെന്റേഷൻ തരാൻ വേണ്ടി പറഞ്ഞു. The management, however, does not provide the same as to C. Akash. Manager എന്ത് ചെയ്തില്ല? റിട്ടേൺ റെപ്രസെന്റേഷൻ ആർക്ക് കൊടുത്തില്ല? C. Akashന് കൊടുത്തില്ല. What course of action should CA Akash follow in such situation? ആ ഒരു സാഹചര്യത്തിൽ CA Akash എന്താണ് ചെയ്യുക? അതാണ് പറയാനുള്ളത്. ഓക്കെ, if the management of Deluxe Limited does not provide one or more requested written representation, the CA Akash should do. CA Akash എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ മൂന്നെണ്ണം is very important. ഫസ്റ്റ് ചെയ്യേണ്ടത് CA Akash ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. എന്താ അറിയോ? ഡിസ്കസ് ദ മാറ്റർ വിത്ത് മാനേജ്മെന്റിനോട് എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ റിട്ടേൺ റെപ്രസെന്റേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എനിക്ക് തന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് തന്നില്ല? ഡിസ്കസ് ചെയ്യുക. അല്ലെങ്കിലോ റീഇവാലുവേറ്റ് ദ ഇന്റഗ്രിറ്റി ഓഫ് മാനേജ്മെന്റിന്റെ ഇന്റഗ്രിറ്റി. എന്താ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ? ഇന്റഗ്രിറ്റി മീൻസ് എന്താ അറിയോ? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഇന്റഗ്രിറ്റി മീൻസ് സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം, പിന്നെ ഹോണസ്റ്റി, സത്യസന്ധമായിരിക്കണം. ഇതൊക്കെയാണ് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനൊരു റിട്ടേൺ റെപ്രസെന്റേറ്റീവ് മാനേജ്മെന്റിനോട് ചോദിച്ചു, അവർ തന്നില്ല. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അവിടെ എന്തോ ഉടായിപ്പെടുന്നുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യേണ്ടത്? മാനേജ്മെന്റിന്റെ ഇന്റഗ്രിറ്റി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. റീഇവാലുവേറ്റ് ഒന്നും കൂടി. ഞാൻ ഓൾറെഡി ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടാവും ഓഡിറ്റ് ചെയ്തപ്പോൾ. ഇത് ഓടിച്ച് കഴിഞ്ഞില്ലേ? അപ്പൊ ഒന്നും കൂടി ഞാൻ എന്ത് ചെയ്യണം? റീഇവാലുവേറ്റ് ചെയ്യണം. അവരെന്തെങ്കിലും ഉടായിപ്പുണ്ടോ? അവർ ഹോണസ്റ്റി അല്ലേ? ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യണം? നോക്കണം. ഓക്കെ,
അപ്പോൾ ഞാൻ റീവാലുവേറ്റ് ചെയ്യണം. പിന്നെ ഇവാലുവേറ്റ് ഞാൻ എന്തും കൂടി ഇവാലുവേറ്റ് ദ എഫക്ട് ദാറ്റ് ദിസ് മേ ഹാവ് ഓൺ റിലയബിലിറ്റി ഓഫ് റെപ്രസെന്റേഷൻ ഓറൽ ഓർ റിട്ടൺ ആൻഡ് ഓഡിറ്റ് എവിഡൻസ് ഇൻ ദിസ് ജനറൽ. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മാനേജ്മെന്റ് റിട്ടേൺ റെപ്രസെന്റേഷൻ ചോദിച്ചു, അവർ തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഒന്ന് അവരുടെ ഇന്റഗ്രിറ്റി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, അത് മാത്രം പോരാ, ഇവാലുവേറ്റ് ദ എഫക്ട് ദാറ്റ് ദിസ് മേ ഹാവ് എൻ റിലയബിലിറ്റി ഓഫ് റെപ്രസെന്റേഷൻ. എന്താ അങ്ങനെ പറയാൻ കാരണം, ചോദിച്ചു അവർ തന്നില്ല, അങ്ങനെയെങ്കിൽ ഞാൻ അവരോട് തരാൻ വേണ്ടി പറഞ്ഞ എന്താ, റിട്ടേൺ റെപ്രസെന്റേഷൻ അല്ലേ, അത് എത്രത്തോളം റിലയബിൾ ഉണ്ട് ഞാൻ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഓക്കെ ആണോ? ഓറൽ ആവട്ടെ റിട്ടേൺ ആവട്ടെ എത്രത്തോളം റിലയബിൾ വിശ്വസിക്കാൻ പറ്റും ഞാൻ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ടും ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, ലാസ്റ്റ് വൺ, ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ഇൻക്ലൂഡിംഗ് ഡിറ്റർമിനിങ് ദ പോസിബിൾ എഫക്ട് ഓൺ ഒപ്പീനിയൻ ഇൻ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഇൻ അക്കോർഡിംഗ് വിത്ത് SA 705. എന്നിട്ടും അവർ തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അപ്രോപ്രിയേറ്റ് ആയിരിക്കുന്ന ആക്ഷൻ എടുക്കണം. എന്താണ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ, ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് ഞാൻ എന്ത് ചെയ്യണം, SA 705 പ്രകാരം ഞാൻ എന്ത് ചെയ്യണം, ഒപ്പീനിയൻ എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്യണം. അതന്നെ. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് വൺ മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യാം, re-evaluate the integrity of management and evaluate that this have the reliability of management. Third one, take appropriate action including the possible effect on opinion auditors report in accordance with the SA 705. അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആക്കി. ഇത് നമുക്ക് ലാസ്റ്റ് ഇതിനകത്ത് കംപ്ലീറ്റ് ആക്കേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 1 ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോക്കാം. CAK is a reappoint. CAK എന്നൊരു ഓഡിറ്ററാണ്. പുള്ളിക്കാരന് ഓൾറെഡി ബി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓഡിറ്റർ ആയിരുന്നു. പിന്നെ പുള്ളിക്കാരൻ റിസൈൻ ചെയ്ത് പോയി, വീണ്ടും പുള്ളിക്കാരൻ ആ കമ്പനിയിൽ ഓഡിറ്റർ ആയിട്ട്. ഓക്കെ, ഇസ് എ റീഅപ്പോയിന്റഡ് ആസ് എൻ ഓഡിറ്റർ ഓഫ് ബി ലിമിറ്റഡ്. റീഅപ്പോയിന്റഡ് ആണ്. ഹി വാണ്ട്സ് ടു, അതുകൊണ്ട് തന്നെ അവന് റീഅപ്പോയിന്റ് ചെയ്യുമ്പോൾ അവന് ഒന്നും കൂടി ആദ്യം ഓൾറെഡി അവൻ ഒരുപാട് കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല, അതൊന്നും കൂടി കൺഫേം ചെയ്യേണ്ടി വരില്ലേ, കാരണം ഓൾറെഡി അപ്പോയിന്റ് ചെയ്താ പിന്നെ പോയി പിന്നെ റീഅപ്പോയിന്റ് ചെയ്താ. സോ ഹി വാണ്ട് ടു റീകൺഫേം certain matters and has asked the management to give written representation for the same. ഓൾറെഡി അവൻ ആ കമ്പനിയിലെ ഓഡിറ്റർ ആയിരുന്നപ്പോൾ കുറെ കാര്യങ്ങൾ മാനേജ്മെന്റിനോട് ചോദിച്ചു, കൺഫേം ചെയ്തു, റിട്ടൺ റെപ്രസെന്റേഷൻ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വീണ്ടും അവൻ റീഅപ്പോയിന്റ് ചെയ്തപ്പോൾ ഒന്നും കൂടി മാനേജ്മെന്റിനോട് എന്ത് ചെയ്യണം, ചില കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മാനേജ്മെന്റിനോട് എന്ത് ചെയ്തു, ഒന്നും കൂടി റിട്ടൺ റെപ്രസെന്റേഷൻ ചോദിച്ചു. ഒന്നും കൂടി റീ മീൻസ് അഗെയിൻ. അണ്ടർ വാട്ട് സർക്കംസ്റ്റൻസ്, അപ്പൊ മാനേജ്മെന്റ് കൊടുക്കണോ, ഓൾറെഡി കൊടുത്തതാ, ഇനി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അണ്ടർ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ക്യാൻ ദ ഓഡിറ്റർ ആസ്ക് ദ മാനേജ്മെന്റ് ടു റീകൺഫേം ഹിസ് അക്നോളജ്മെന്റ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഓഡിറ്റർക്ക് മാനേജ്മെന്റിനോട് ഈ പറയുന്ന കാര്യങ്ങൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടൺ റെപ്രസെന്റേഷൻ ചോദിക്കാൻ പറ്റുക? എപ്പോഴും ചോദിക്കാൻ പറ്റുമോ? പറ്റൂല, ചില സിറ്റുവേഷനിൽ മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഇൻ റിട്ടൺ റെപ്രസെന്റേഷൻ, അപ്പോൾ ഏതെല്ലാം സിറ്റുവേഷനിലാണ് ക്യാൻ ദ ഓഡിറ്റർ ആസ്ക് ദ മാനേജ്മെന്റ് ടു റീകൺഫേം ഹിസ് അക്നോളജ്മെന്റ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഓഡിറ്റർക്ക് മാനേജ്മെന്റിനോട് റിട്ടൺ റെപ്രസെന്റേഷൻ ചോദിക്കാൻ പറ്റുക? മാനേജ്മെന്റ് നിങ്ങൾ ആ ഒരു ഡ്യൂട്ടി, ആ ഒരു സംഭവം ഒന്ന് അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, അതാണ് താഴെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇത് നോക്കിയാൽ മതി, ഇതൊന്ന് ശരിക്കും നോക്കാം. ഇതാണ് സിറ്റുവേഷൻ. ഫസ്റ്റ് കേസ് എന്താ, ദിസ് ഈസ് പെർട്ടിക്കുലർലി അപ്രോപ്രിയേറ്റ് വെൻ, എപ്പോഴറിയാം, ഫസ്റ്റ് വൺ, those who signed the terms of audit engagement on behalf of the entity no longer have the relevant responsibility. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഒന്നായിക്കോട്ടോ, ഞാൻ ആദ്യം ആ കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്ത സമയത്ത് മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരു മാനേജറായിരുന്നു എൻഗേജ്മെന്റ് ലെറ്റർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താ എൻഗേജ്മെന്റ് ലെറ്റർ? ഒരു ഓഡിറ്ററും മാനേജ്മെന്റും ഒരു ഓഡിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നത്, പരസ്പരം സൈൻ ചെയ്ത ലെറ്റർ ആണത് എൻഗേജ്മെന്റ് ലെറ്റർ. അപ്പൊ ആദ്യം മിസ്റ്റർ എ ആയിരുന്നു എന്ത് ചെയ്യുന്നത്, ആ എൻഗേജ്മെന്റ് ലെറ്റർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് പോയി, വീണ്ടും ഞാൻ അവിടെ അപ്പോയിന്റ് ചെയ്തു. ഞാൻ വീണ്ടും അവിടെ എന്ത് ചെയ്തു, അപ്പോയിന്റ് ചെയ്തു. ഞാൻ വീണ്ടും അപ്പോയിന്റ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം അപ്പോയിന്റ് ചെയ്ത സമയത്ത് മിസ്റ്റർ എ ആയിരുന്നു ലെറ്റർ സൈൻ ചെയ്തത് അല്ലെ. വീണ്ടും അപ്പോയിന്റ് ചെയ്ത സമയത്ത് ഈ എ അവിടെ ഇല്ല. ആരാണോ എന്റെ എൻഗേജ്മെന്റ് ലെറ്റർ ഓൾറെഡി സൈൻ ചെയ്തത് ആ പാർട്ട്ണർ ഇപ്പൊ അവിടെ ഇല്ല. അങ്ങനെയെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് അപ്പൊ അന്ന് ഞാൻ കൺഫേം ആക്കിയതൊക്കെ എനിക്ക് ഒന്നും കൂടി കൺഫേം ആക്കേണ്ടി വരും അല്ലെ. those who signed the terms of audit engagement, and terms of audit engagement terms അന്ന് ആരാണോ സൈൻ ചെയ്തത് on behalf of the entity no longer have the relevant responsibility, പുള്ളിക്കാരന് ഇപ്പൊ റെസ്പോൺസിബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ പുള്ളിക്കാരൻ അവിടെ ഇല്ല എന്നല്ല, പുള്ളിക്കാരന് ഇപ്പൊ റെസ്പോൺസിബിലിറ്റി അവിടെ ഇല്ല. അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, മാനേജ്മെന്റിനോട് ഒന്നും കൂടി എന്ത് ചെയ്യാം, എനിക്ക് റിട്ടൺ റെപ്രസെന്റേഷൻ ചോദിക്കാം. ഓക്കെ,
ഇനി രണ്ടാമത്തെ കേസ് എന്താ? ദ ടേംസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ് വേർ പ്രിപ്പയർഡ് ഇൻ എ പ്രീവിയസ് ഇയർ. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ടേംസ്, ഓഡിറ്റ് എൻഗേജ്മെന്റ് ടേംസ് ഇല്ലേ, അതൊക്കെ ആ പറയുന്ന ടേംസ് ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിലെ ടേംസ് ആയിരുന്നു. അപ്പൊ എനിക്കൊന്ന് പുതിയതായിട്ട് കൊണ്ടുവരണം. ഓക്കെ ആണോ? ദ ടേം ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ് വേർ പ്രിപ്പയർഡ് ഇൻ എ പ്രീവിയസ് ഇയർ. അപ്പൊ ഇത്രയും ഉണ്ടായിരുന്ന ടേംസ് ഓഫ് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രീവിയസ് ഇയർത്തായിരുന്നു. ഇപ്പൊ എനിക്കത് മാറ്റം വരുത്തണം. അങ്ങനെയെങ്കിലും പുതുതായിട്ട് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? മാനേജ്മെന്റിനോട് എന്ത് ചെയ്യാം? റിട്ടൺ റെപ്രസെന്റേഷൻ ചോദിക്കാം. ഓക്കെ. അല്ലെങ്കിലോ ദർ ഇസ് എനി ഇൻഡിക്കേഷൻ ദാറ്റ് മാനേജ്മെന്റ് മിസ്അണ്ടർസ്റ്റാൻഡ് ദോസ് റെസ്പോൺസിബിലിറ്റി. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, അതായത് മാനേജ്മെന്റ് മിസ്അണ്ടർസ്റ്റാൻഡ് ആയി, അല്ല മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റിയിൽ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിട്ടൺ റെപ്രസെന്റേഷൻ വീണ്ടും ചോദിക്കാൻ പറ്റും. ഓക്കെ. അല്ലെങ്കിലോ ചേഞ്ചസ് ഇൻ സർക്കംസ്റ്റൻസ് മേക്ക് ഇറ്റ് അപ്രോപ്രിയേറ്റ് ടു ഡു സോ. ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി സിറ്റുവേഷൻ, സാഹചര്യം മാറി വരുന്നുണ്ടെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് ഒന്നും കൂടി അപ്രോപ്രിയേറ്റ് ആയിട്ട് എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം? മാനേജ്മെന്റിനോട് റിട്ടൺ റെപ്രസെന്റേഷൻ ചോദിക്കാം. ഈ 4 സിറ്റുവേഷനിലാണ് എന്ത് ചെയ്യുക? മാനേജ്മെന്റിനോട് എനിക്ക് എന്ത് ചെയ്യാം? റിട്ടൺ റെപ്രസെന്റേഷൻ ചോദിക്കാൻ പറ്റും. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ. ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ. അപ്പൊ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് SA 5 നമ്മൾ കംപ്ലീറ്റ് ആക്കി. SA 5 കയറ്റി ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റൻ നമ്പർ 1 is very important. Question 1 is very important, and question number 5 is very important, and question number 6 is very important. 6 is very important. Okay, 6 is very important. Okay, this is all about your SA 580.